ഹലോ ഗൈസ്, യൂട്യൂബിൽ ചുമ്മാ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ സോയിൽ ക്ലേ ഉണ്ടാക്കുന്നത് കണ്ടത്. പിന്നെ ഞാൻ വിചാരിച്ച് സോയിൽ ക്ലേ ഉണ്ടാക്കുന്നത് വീട്ടിൻ്റെ അകത്തിടുന്ന ചെരുപ്പ് അവിടെ ഉരുട്ടിയിട്ട് പുറത്തിടുന്ന ചെരുപ്പ് ഇട്ടുകൊണ്ടതാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഗാർഡനൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് സംശയം കാണും ഈ മഴയത്ത് എങ്ങനെയാണ് എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കുന്നതെന്ന്. മഴ വെയിലൊന്നും ഇല്ല കേട്ടോ. അതിനായിട്ട് നമുക്കൊരു ബക്കറ്റ് എടുക്കാം. അതിനുശേഷം ഒരു ഓസും കഷ്ണമാണ് കേട്ടോ. നമുക്ക് നല്ല മണ്ണ് എവിടെയാണ് എന്ന് നോക്കാനായിട്ട് ഞാനൊന്ന് കുഴിച്ച് നോക്കി. നല്ല മണ്ണ് നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ മണ്ണ് ഇവിടുത്തേത് കൊള്ളില്ലായിരുന്നു. പിന്നെ ഞാൻ ഇവിടുത്തെ മണ്ണാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു മണ്ണാണ്. അപ്പോൾ ഇവിടെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. സോയിൽ ക്ലേ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മണ്ണ് ആണ് നമുക്ക് വേണ്ടത്. എനിക്ക് സോയിൽ ക്ലേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉണ്ടാക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ സൂപ്പർ ആൻഡ് സോഫ്റ്റ് ആയിരുന്നു. പക്ഷേ ഇത് ആ ഒരു ടിപ്പല്ല. ഞാൻ നേരത്തെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഉണക്ക മണ്ണെടുത്തിട്ട് അത് വെയിൽ സമയത്തായിരുന്നു ഞാൻ ഉണ്ടാക്കിയേ. വെയിലുള്ള സമയത്ത് ഉണ്ടാക്കിയതാണ്. മണ്ണെടുത്ത് അരിച്ചു. അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചപ്പോഴത്തേക്ക് ക്ലേ ആയി. അതിനുശേഷം പഞ്ഞിയും കൂടി ഇട്ടു. ഇനി നമുക്ക് ആ ലേക്ക് മണ്ണിലേക്ക് വെള്ളം ഒഴിക്കാം. അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് വെള്ളം നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും പട്ടിയല്ലേ, അപ്പോൾ നമുക്ക് വെള്ളം കൊടുക്കാമെന്ന് വെച്ചാൽ ഒന്നൊക്കുന്നു പോകുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ ഇച്ചിരി നേരം കുടിച്ചു. അപ്പോൾ ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞിട്ട് കുടിക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് ഫൈനലി നമ്മൾ ആ ക്ലേയിലേക്ക് നിറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചതിന് ശേഷം ഒരു കമ്പ് ഇട്ടും കൈ ഇട്ടും നമ്മൾ നല്ല രീതിയിൽ ഇളക്കി. ഓസിട്ട് നമ്മൾ അല്ലാതാണ് ഇളക്കി. ഇപ്പം നമ്മൾ ചരലൊക്കെ പെറുക്കി കളയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ചരലും ഒക്കെയുള്ള മണ്ണൊന്നും എടുക്കരുത്. നമ്മളിതാ നല്ല സോഫ്റ്റ് മണ്ണാണ്, പക്ഷേ അതിനകത്ത് ചരലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പാർട്ട് 2 ആയിട്ട് അടുത്ത ഇതിൻ്റെ ബാക്കി ഇടാം. പാർട്ട് 2 ഇടാൻ നാളെ ആവണം കേട്ടോ. പാർട്ട് 2 കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. ഇനി ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല എത്ര വരെ ആയെന്ന് ചോദിച്ചാൽ ഞാനതൊക്കെ അരിച്ചിട്ട് ഞാൻ സ്റ്റോർ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാവേ. കൈ കഴുകിയിട്ട് ഞാൻ കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അതേപോലെ നടന്നു.